അഭിനയം ലഹരിയാക്കിയവർ ലഹരിക്ക് അടിമപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണിത്. വീണ്ടും ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. ലോകത്തിൽ ലഭ്യമാകുന്ന എല്ലാത്തരം ലഹരികളും ഏറിയും കുറഞ്ഞും മലയാള സിനിമാ മേഖലയിൽ ലഭിക്കുമെന്നത് പരസ്യമായ രഹസ്യമാണ്. പുറത്ത് ലഭ്യമാകുന്നത് സിനിമയിലും ലഭിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. കഞ്ചാവ് ഉപയോഗം ഏറെക്കാലമായി ഉള്ളതാണെങ്കിലും രാസലഹരിയുടെ വരവോടെ കാര്യങ്ങൾ മാറി മറഞ്ഞു എന്ന് ഈ മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. ഇന്ന് രാസലഹരിയും മലയാള സിനിമയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണെന്ന് സിനിമാ മേഖലയിലെ ഒട്ടുമിക്കവർക്കും അറിയുകയും ചെയ്യാം. എങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ മിക്കവരും ശ്രമിക്കുന്നു. എന്നാൽ ലഹരി ഉപയോഗം പല ഷൂട്ടിംഗ് സെറ്റുകളിലും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്ന പരാതി 2023 ഉയർന്നിരുന്നു. തുടർന്ന് ലഹരിക്കെതിരെയും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും വലിയ പ്രഖ്യാപനങ്ങളും നടക്കുകയുണ്ടായി. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷൂട്ടിംഗ് സെറ്റുകളിൽ ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിക്കുകയും നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ലഹരി ഉപയോഗം നിരീക്ഷിക്കുന്നതിനായി ഷാഡോ പോലീസിനെ സിനിമാ സെറ്റുകളിൽ നിയമിക്കുന്നതിനെ നിർമ്മാതാക്കളുടെ സംഘടന അംഗീകരിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് പിന്നീട് വ്യക്തമായത്. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം തടയാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മാതൃകാപരമായ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് വ്യക്തമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പ് വരെ പുറത്തിറക്കുകയും ചെയ്തു. തങ്ങൾ എല്ലാ പിന്തുണയും സർക്കാരിന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വലിയ തോതിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. അഭിനേതാക്കൾ, അണിയറ പ്രവർത്തകർ, സംവിധായകർ, ഗായകർ തുടങ്ങി ലഹരിക്കേസിൽ പിടിയിലാകുന്നവരുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്നാലെ കൊച്ചിയിൽ ഹൈബ്രിഡ് ലഹരിയുമായി 2 സംവിധായകരും പിടിയിലായി എന്ന വാർത്ത നാം കേട്ടത് ഞെട്ടലോടെയായിരുന്നു. ആലപ്പുഴ ജിംഖാന, തല്ലുമാല തുടങ്ങി സിനിമകളുടെ സംവിധായകനായ ഖാലിദ് റഹ്മാനും തമാശ, ഭീമന്റെ വഴി സിനിമകളുടെ സംവിധായകനായ അഷ്റഫ് ഹംസയുമാണ് പിടിയിലായത്. കഞ്ചാവ് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇരുവരും പോലീസ് പിടിയിലായത്. പ്രമുഖ സംവിധായകരടക്കം 3 പേരാണ് എക്സൈസിന്റെ ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയുള്ള മിന്നൽ പരിശോധനയിൽ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന. ഫ്ളാറ്റിലെത്തിയപ്പോൾ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാലിദ് മുഹമ്മദും കഞ്ചാവ് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് എക്സൈസ് പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സംവിധായകരടക്കം 3 പേർ പിടിയിലായത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് പുലർച്ചെ 2 മണിക്ക് പിടിയിലായത്. പ്രിയ സംവിധായകരുടെ വാർത്ത കണ്ട ഞെട്ടൽ മാറാതെ നിൽക്കുന്ന മലയാളികൾക്ക് മുന്നിലേക്കാണ് ഇടുത്തി പോലെ വേടന്റെ വരവ്. കേരളക്കര നെഞ്ചിലേറ്റിയ പ്രിയ ഗായകനിൽ നിന്നും ഇത്തരം ഒരു വാർത്ത മലയാളി ഒരുപക്ഷെ പ്രതീക്ഷിച്ചു കാണില്ല. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയെന്ന വാർത്തയായിരുന്നു അത്. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. 6 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. വേടനടക്കം 9 പേരാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കണിയാമ്പുഴയിലെ വേടൻ താമസിച്ചിരുന്ന ഫ്ളാറ്റ്. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ ബാച്ചിലർ പാർട്ടി നടന്നിരുന്നു. ഇതോടെയാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതോടുകൂടി വേടനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് വേടന് ലഭിക്കുന്നത്. ലഹരി അതൊരു ലഹരിയാണ്. പദാർത്ഥമായാൽ അത് വിഷമാണ്. അതിൻ്റെ അളവിലല്ല കാര്യം, തെളിവിലാണ്. പ്രതിഭയായാലും പ്രതിഭാസമായാലും ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണം.